ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം നടക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ തിരുവാതിര പഠിപ്പിക്കുന്ന ആളാണെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോൾ ഇത്തവണ എൻ്റെ അടുത്ത തിരുവാതിര പഠിച്ച പുതിയ ആളുകൾ, അതായത് ഒരിക്കലും സ്റ്റേജിൽ കയറാത്ത കുറേ വനിതകളായിരുന്നു. അപ്പോൾ അവർക്ക് ഇന്ന് സ്റ്റേജിൽ അരങ്ങേറ്റം നടക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും എന്താ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളി സുന്ദരികളായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പൂവൊക്കെ ഞാൻ തന്നെയാണ് തലയിൽ വെച്ചൊക്കെ ട്രഡീഷണൽ രീതിയിൽ തന്നെ യാത്രയാക്കി. അതുപോലെ തന്നെ അവർ ദക്ഷിണ വാങ്ങുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ അവർ സെറ്റും മുണ്ടും എനിക്കും തന്നിരുന്നു. അത് ദക്ഷിണയുടെ കൂടെയാണ് ഞാൻ വാങ്ങിച്ചത്. അതിന് ശേഷമാണ് കേട്ടോ ഞാനത് ഉടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് മുൻപ് ദക്ഷിണ വാങ്ങിക്കുന്ന ഇതാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2004 മുതൽ ഇപ്പം തിരുവാതിര ടീച്ചറാണ്. സ്കൂൾ കലോത്സവം, യൂണിവേഴ്സിറ്റി എല്ലാത്തിലും ഞാൻ മത്സരത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോ ലാസ്റ്റ് അങ്ങനെ എടുത്തു. അതിന് ശേഷം ഞാൻ സെറ്റ് കൊടുത്ത് അവരുടെ ഒപ്പം നിന്ന് യാത്രയാക്കിയ 2 കുട്ടികളുണ്ടായി. അവരുടെയും കൂടെ കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കളി രംഗത്തെത്തിയപ്പോൾ നല്ല ഭംഗിയായിരുന്നു ഒരുവിധം. പിന്നെ അവരുടെ മാക്സിമം അവർ കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അധികം മത്സര ചൂടുകളായിരുന്നുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും അവരുടെ മാക്സിമം ഫസ്റ്റ് സ്റ്റേജ് എന്ന രീതിയിൽ അവരുടെ മാക്സിമം അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പുറത്തു നിന്ന് പറയുന്ന പോലെയല്ലല്ലോ, നമുക്കറിയാമല്ലോ സ്റ്റേജിൽ പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതും തിരുവാതിര കളി ഏത് പ്രായക്കാർക്കും കളിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നല്ല പ്രായമുള്ള ആളുകളുണ്ട്, 2-3 പേര് കുറച്ച് പ്രായം കുറഞ്ഞവരുണ്ട്. പക്ഷേ എല്ലാവരെയും ഒരേപോലെ കാണത്തക്ക രീതിയിലുള്ള ഡ്രസ്സാണ് നമ്മളെ ആ ഡ്രസ് കോഡിലാണ് അങ്ങനെ തിരിച്ചറിയാത്ത വിധത്തിൽ നമ്മളത് യാത്രയാക്കി അവരെ സ്റ്റേജിൽ കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ പോലും സ്റ്റേജിൽ കയറിയിട്ടില്ലാത്തവരുടെ ആ ഒരു ടെൻഷൻ അവർക്ക് ഉണ്ടായിരുന്നെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ കളിച്ചു, വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഒരു കാലത്ത് തറവാട്ട് മുറ്റങ്ങളിലും മാത്രം തിരുവാതിര ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് അനുഷ്ഠിച്ചിരുന്ന ഒരു ചടങ്ങുകളിലുള്ള ഒരു കലയാണിത്. ഇന്നിപ്പോൾ അത് വളരെ ജനകീയമായിരിക്കുകയാണ്. സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ വന്നതോടുകൂടി വളരെ ജനകീയമായ ഒരു കലയായിട്ടൊന്ന് മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് സാധാരണക്കാർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും അതിൻ്റെ പാട്ടും അതുപോലെ കളിക്കുന്നതെല്ലാം. മറ്റ് കഥകളി അല്ലെങ്കിൽ നൃത്തങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുദ്രകളൊക്കെ അറിയാവുന്നവർക്കാണ് അത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നമുക്കതൊരു വിരസത അനുഭവപ്പെടും. തിരുവാതിര ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ആഹ്ലാദത്തോടുകൂടി ഇപ്പോൾ ഒരു പറ്റം വനിതകൾ ആടിക്കളിക്കുന്നതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. എല്ലാവരും പെട്ടെന്ന് ആകർഷിക്കുകയും ചെയ്യും. എന്തായാലും അവർ അവരുടെ മാക്സിമം നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് അവർ ക്ഷേത്രവക ഒരു പാരിതോഷികമൊക്കെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.